പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മാർച്ച് 3-ാം തീയതി എലിമിനേഷൻ ചേംബർ എന്ന പ്രീമിയം ലൈവ് ഇവന്റ് കഴിഞ്ഞതിന് ശേഷം നടന്ന റോ എപ്പിസോഡിന്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. 3 മില്യൺ വ്യൂവർഷിപ്പാണ് റോ എപ്പിസോഡിന് ആ ആഴ്ചയിൽ ലഭിച്ചത് എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിന് മുൻപത്തെ റോ എപ്പിസോഡിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയൊരു വർധനവ് 2 ലക്ഷത്തിൻ്റെ മുകളിലൊരു വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂപ്പർ താരമായ റോയൽ റംബിൾ 2026 വിജയിച്ചു വന്ന റോമൻ റീൻസിൻ്റെ റിട്ടേൺ സെഗ്മെൻറ്റ് നടന്ന ഒരു റോ എപ്പിസോഡ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ റോ എപ്പിസോഡിന് വലിയ രീതിയിലുള്ള ഒരു റേറ്റിംഗ്സ് ഉയർന്നത്. അപ്പോൾ റോമൻ റീൻസിൻ്റെ റിട്ടേൺ സെഗ്മെൻറ്റുകൾ അനൗൺസ് ചെയ്യപ്പെടുന്ന റോ എപ്പിസോഡ്സിൻ്റെ റേറ്റിംഗ്സ് ഇത് ആദ്യമായിട്ടല്ല നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറിയതിന് ശേഷം ഉയരുന്നത്. അപ്പോൾ റോമൻ റീൻസിൻ്റെ തിരിച്ചറിവ്, റോമൻ റീൻസിൻ്റെ സെഗ്മെൻറ്റ്സ്, മത്സരങ്ങളൊക്കെ കാണാൻ വേണ്ടി ആരാധകർ വലിയ രീതിയിലുള്ള ഒരു വെയിറ്റിംഗ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ഈ വ്യൂവർഷിപ്പിലെ വലിയൊരു വർധനവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റും അറിയാൻ സാധിച്ചിട്ടുണ്ട്. 1.1 മില്യൺ വ്യൂവർഷിപ്പ് ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന് മുൻപത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ വെച്ച് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ 2 ലക്ഷത്തിൻ്റെ അടുത്തേക്കൊരു കുറവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് മത്സരം മുൻകൂട്ടി അനൗൺസ് ചെയ്തിട്ട് പോലും കോഡി റോഡ്സിൻ്റെ നേതൃത്വത്തിലുള്ള സ്മാക്ഡൗൺ ബ്രാൻഡിന് റേറ്റിംഗ്സ് ഉയർത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് കോഡി റോഡ്സ് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചും സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചും ഒരു ഡ്രോബാക്ക് ആണ്. നിങ്ങൾക്ക് എന്താണ് ഈ 2 റേറ്റിംഗ്സ് കേട്ടതിന് ശേഷം തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഡ്രൂ മാക്കിൻറ്റയർ എന്ന ചാമ്പ്യനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വീണ്ടും അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ കോഡി റോഡ്സിന് വിജയിക്കാൻ സാധിച്ചത്. ആ മത്സരത്തിൻ്റെ ഹൈലൈറ്റ്സ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെ 2 ലക്ഷത്തിൽ അധികം ഡിസ്ലൈക്ക് ആ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട്. WWE ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് ലഭിച്ച 3-ാമത്തെ വീഡിയോ എന്നുള്ള ഒരു മോശപ്പെട്ട റെക്കോർഡ് ആ ഒരു മത്സരത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഏറ്റവും വലിയൊരു ഡിസ്ലൈക്ക് കിട്ടുന്ന ഒരു വീഡിയോ എന്നുള്ള ഒരു ടാഗ് ലൈനിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിനാണ്, അതും കമ്പനിയിലെ ഏറ്റവും വലിയൊരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിനാണ് ഇത്രയും വലിയൊരു ഡിസ്ലൈക്ക് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആരാധകർക്ക് കോഡി റോഡ്സിനെ മടുത്തു തുടങ്ങിയോ എന്നുള്ളൊരു ചോദ്യം ബാക്ക് സ്റ്റേജിൽ വരാൻ സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ നിലവിൽ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഒരു ബാക്ക് സ്റ്റേജ് റിയാക്ഷൻ സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരത്തിൽ ആരാധകർ കോഡി റോഡ്സിനെ വിജയിപ്പിച്ച തീരുമാനത്തിനെതിരെ തിരിഞ്ഞത്, അത് എന്ത് തരത്തിലുള്ള റിയാക്ഷനാണ് ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിലും മാനേജ്മെൻറ്റിൻ്റെ ഇടയിലും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവർ എടുത്ത തീരുമാനം കോഡി റോഡ്സിനെ വീണ്ടും ചാമ്പ്യൻ ആക്കാം എന്ന് അവർ എടുത്ത തീരുമാനത്തിൽ അവർ ഇപ്പോഴും നിലകൊള്ളുകയാണ്. അവർ എടുത്ത തീരുമാനം തെറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇപ്പോഴും വിചാരിക്കുന്നത്. അപ്പോൾ കോഡി റോഡ്സിന് ഇപ്പോൾ ലഭിക്കുന്ന സപ്പോർട്ട് ഇനിയും തുടർന്നു കൊണ്ടുപോകും. ക്രിയേറ്റീവ് ടീം കോഡി റോഡ്സ് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ച് എന്തൊക്കെ ഇനി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ അതിൽ നിന്ന് ഒരു തരി അവർ പിന്നോട്ട് വരില്ല. അവർ ആ ഒരു പുഷോട് കൂടി കോഡി റോഡ്സിനെ ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഡ്രൂ മാക്കിൻറ്റയറിനെ തോൽപ്പിച്ചതിനുള്ള സോഷ്യൽ മീഡിയയിലെ ആരാധകരുടെ അഭിപ്രായമൊന്നും അവർ വിലക്കെടുക്കുന്നില്ല. കോഡി റോഡ്സിന് കൊടുക്കുന്നത് ഓവർ പുഷാണ് എന്നുള്ള നിലയിലും അവർ ഒരു അഭിപ്രായമൊന്നും വിലക്കെടുക്കുന്നില്ല. അപ്പോൾ അവർ എന്താണോ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്നുള്ളൊരു അപ്ഡേറ്റാണ് അറിയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. 3-ാമത്തെ അപ്ഡേറ്റ് WWEയിലെ കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമറിൻ്റെ റിട്ടേണിനോട് അനുബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അടുത്ത ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡ് ഇന്ത്യയിൽ മാർച്ച് 17-ാം തീയതി, അമേരിക്കയിൽ മാർച്ച് 16-ാം തീയതി നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിന് കൊടുക്കാനാണ് നിലവിൽ ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെ റോയിലെ ലൈനപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ക്രിയേറ്റീവ് ടീമും മാനേജ്മെൻറ്റും ഉള്ളത് എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ കാരണം മാർച്ച് 16-ാം തീയതി അമേരിക്കയിൽ ഈ ഒരു ഷോ നടക്കുന്നത് 316 എന്ന് പറയുന്ന സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്യാച്ച് പ്രൈസ്, അദ്ദേഹത്തിൻ്റെ ടീഷർട്ടുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളതും ഈ 316 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോയ്ക്ക് ശേഷമുള്ള ഭാഗങ്ങളിലാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ വരുന്ന റോ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് കൊടുത്ത് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെ കൊണ്ടുവന്ന് ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യിപ്പിക്കുക, അതും റസൽമീനിയ പോലെയുള്ള ഒരു ബിഗസ്റ്റ് ഇവൻറ്റ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഈ റസൽമീനിയ കൂടി സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയാണ് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെ തിരികെ കൊണ്ടുവരാനുള്ള കാരണം. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ അപ്പിയറൻസ് നടത്തിയേക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു നിലയിൽ.
സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ വരികയാണെങ്കിൽ ബ്രോക്ക് ലെസ്നർ, റോമൻ റെയിൻസ്, CM പങ്ക്, സെത്ത് റോളൻസ് അങ്ങനെ തുടങ്ങിയ നിരവധി ടോപ്പ് സൂപ്പർ സ്റ്റാർസ് അപ്പിയറൻസ് നടത്തുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ തന്നെയായിരിക്കും അടുത്ത റോ എപ്പിസോഡ്. അപ്പോൾ സംഭവബഹുലമായിട്ടുള്ള സെഗ്മെൻറ്റുകൾ അടുത്ത ചൊവ്വാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നാലാമത്തെ അപ്ഡേറ്റ്, റസൽമേനിയ 42 രണ്ടാമത്തെ ദിവസത്തിലെ മെയിൻ ഇവൻ്റായിട്ട് നടക്കാൻ സാധ്യതകൾ ഏറെയുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്കും റോയൽ റംബിൾ 2026 വിജയിച്ചു വരുന്ന റോമൻ റെയിൻസും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. ഈ സ്റ്റോറി ലൈനിൽ ആരാണ് വില്ലൻ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വലിയൊരു ചർച്ചാ വിഷയം. പങ്ക് റോമൻ റെയിൻസിന് എതിരെ ഉപയോഗിച്ച വാക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പങ്കാണ് വില്ലൻ എന്നുള്ളത് തോന്നും. പക്ഷേ പങ്കിൻ്റെ ഇതുവരെയുള്ള സ്റ്റോറി ലൈനുകൾ പരിശോധിച്ചാൽ പങ്ക് ഒരു ഫേസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന റോമൻ റെയിൻസ് ആണെങ്കിൽ ഒരു പക്ക ഫേസ് ക്യാരക്ടറുമല്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രത്തിൽ നിന്ന് അദ്ദേഹം ഒറ്റയടിക്ക് ഫേസ് ആയിട്ടില്ല. അദ്ദേഹം ഒരു ഫേസുമല്ല ഹീലുമല്ല എന്നുള്ള നിലയിൽ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈനിൽ ഒരു വില്ലൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് രണ്ടുപേരും ഈഗോ വെച്ചിട്ടുള്ള പ്രൊമോസും ഫൈറ്റ്സുമായിരിക്കും നടത്താൻ പോകുന്നത്. ഈ സ്റ്റോറിയിൽ ഒരു വില്ലൻ ഉണ്ടായിരിക്കില്ല, നായകന്മാരും ഉണ്ടായിരിക്കില്ല. രണ്ടുപേരും പരസ്പരം ഈഗോ വെച്ചിട്ട് പോരാടും. അത് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ചെയ്യുന്നതായിരിക്കും ഈ സ്റ്റോറി ലൈനിൽ റസൽമേനിയ 42 വരെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ആരാണ് വില്ലൻ എന്നുള്ളത് നോക്കണ്ട. പങ്ക് റോമൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും റോമൻ്റെ മരണപ്പെട്ട അച്ഛനെ സംബന്ധിച്ചുമൊക്കെ പറയുന്നത് അത് പങ്കിൻ്റെ കഥാപാത്രം റോമനെ എത്രത്തോളം വെറുക്കുന്നു എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. ഇനി റോമൻ റെയിൻസിൻ്റെ ഊഴമാണ്. റോമൻ റെയിൻസ് തിരിച്ചടിക്കാൻ പോകുന്നത് അടുത്ത ചൊവ്വാഴ്ച മാർച്ച് 17 റോ എപ്പിസോഡിൽ നമുക്ക് അറിയാം എങ്ങനെയാണ് ആ ഒരു തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ റോമൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണെങ്കിൽ CM പങ്കിൻ്റെ മരിച്ചുപോയ ആ ഒരു ഡോഗ് പെരി എന്ന് പറയുന്ന ഡോഗിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായി മെൻഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടുപേരും ഈഗോ വെച്ചിട്ട് ക്ലാഷ് ആ ഒരു രീതിയിലേക്കാണ് സ്റ്റോറി ബിൽഡ് ചെയ്യുക. അവിടെ ഒരു ഫേസോ ഹീലോ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്, സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ച് ഇപ്പോൾ കറങ്ങി നടക്കുന്ന ഒരു റൂമറുണ്ട്. റൂമർ എന്ന് പറയുമ്പോൾ ബ്രോക്ക് ലെസ്നറിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച്, കരിയറിലെ അവസാന മത്സരത്തെ സംബന്ധിച്ചുള്ള ഒരു റൂമറാണ് കറങ്ങി നടക്കുന്നത്. അത് ആ ഒരു മത്സരം ഏത് ഇവൻറ്റിൽ വെച്ചിട്ടായിരിക്കുമോ, എന്നായിരിക്കുമോ, എതിരാളി ആരായിരിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചുമല്ല. ബ്രോക്കിൻ്റെ അഡ്വക്കേറ്റായ ബ്രോക്കിൻ്റെ സ്വന്തം പോൾ ഹേമനും ഇപ്പോൾ WWE ക്രിയേറ്റീവ് ടീമിനോടും മാനേജ്മെൻറ്റിനോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് ബ്രോക്കിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചിൽ ബ്രോക്ക് ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതായത് ബ്രോക്കിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്ക് ബ്രോക്ക് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് കളിക്കില്ല. അതായത് ഇപ്പോൾ ജോൺസിന, AJ സ്റ്റൈൽസ്, ഗോൾബർഗ് തുടങ്ങിയ താരങ്ങളുടെ ഒരു റിട്ടയർമെൻറ്റ് മാച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവരൊക്കെ പരാജയപ്പെട്ട് അടുത്ത തലമുറയിലെ റെസ്ലർമാർ, പ്രത്യേകിച്ച് ഗുന്തറിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്തത്. അങ്ങനെ ഒരു യുവതാരമെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഇവരെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരു റെസ്ലറിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ബ്രോക്കിനെതിരെ വരുന്നത് ഏത് റെസ്ലർ ആണെങ്കിലും, ബ്രോക്കിൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു റെസ്ലർ ആണെങ്കിലും അല്ലെങ്കിൽ ഗിന്തറിനെ പോലെ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു റെസ്ലർ ആണെങ്കിൽ പോലും ബ്രോക്ക് അവരെ പരാജയപ്പെടില്ല. റിട്ടയർമെൻറ്റ് മാച്ചിൽ ഒരിക്കലും പരാജയപ്പെടാൻ ബ്രോക്ക് സമ്മതിക്കില്ല. അത്തരത്തിലുള്ള സ്റ്റോറി തയ്യാറാക്കേണ്ട എന്നുള്ളത് മാനേജ്മെൻറ്റിനെ അറിയിച്ചു എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഈ ഒരു വാർത്തയ്ക്ക് പിറകിലൊരു സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കാം, കേൾക്കാൻ സാധിച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.